Hi guys, welcome back to Car Garage. Car Garage എന്നൊരു വ്ളോഗ് ആയിട്ടാണ് വന്നത്. ആര്യ ഉണ്ടല്ലോ, ആര്യയുടെ ബാക്കിൽ നമ്മൾ സ്റ്റെപ്പിനി വീൽ അഡീഷണൽ ഫിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. ചെറിയൊരു ഓൾട്രേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കരുപ്പണയിലെ ഗാരേജിലായിരുന്നു. അവിടെ നമ്മുടെ വാഗണർ അതേപോലെ തന്നെ ഒരു ഇന്നോവ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആര്യയുടെ ബാക്കിൽ ചെയ്തതാണ് ഒരു കാര്യമാണ്. അത് നമ്മുടെ ടയർ വയ്ക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഈ ഒരു ടൈപ്പിൽ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ സ്റ്റെപ്പിന് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സ്റ്റെപ്പിന് നമ്മൾ ഈ ഒരു ടൈപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേമാതിരി അടഞ്ഞിരിക്കും വണ്ടി, ഇതേമാതിരി ഇരിക്കും വണ്ടി. ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു ഇത് നമ്മൾ സ്ട്രെസ്സിനൊക്കെ യൂസ് ചെയ്യണ നോർമലായിട്ടുള്ള പൈപ്പല്ല, ഇത്രയും സ്ട്രെങ്ത്ത് കൂടിയ പൈപ്പാണ് കേട്ടോ. എനിക്ക് ഗേജ് പറയാൻ അറിയില്ല, ഏകദേശം ഒരു 10-12 ഗേജൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ സ്കോർപ്പിയോൻ്റെ ഒരു ഇഞ്ചസ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയിട്ട് അതും യൂസ് ചെയ്തിട്ടുണ്ട്. ചേസുമേന്ന് വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ജോയിൻറ്റ് നമ്മൾ ഇന്നറിൽ നിന്ന് എടുത്തിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ. നമ്മൾ ഇവിടെ ഒരു ലോക്ക് സെറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്കൊരു ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കണം. അതേപോലെ തന്നെ ആ പൈപ്പ് ഒന്ന് വെച്ചോടാം, ആ പൈപ്പ് വെച്ച് സൗണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. ഇവിടെ പോളിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടച്ചിട്ട് വെച്ചു ആ പൈപ്പ്. നമ്മൾ ആ ഒരു പൈപ്പ് ആ ഒരു രീതിയിൽ ബാക്കിൽ വരും കേട്ടോ. നമുക്ക് ഇവിടെ പിടിച്ച് ഓപ്പൺ ചെയ്യാനും ആ രീതിയിൽ കാണാൻ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഓക്കെ, ആ ഒരു രീതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ആ ഒരു ബാക്കിലെ ടയർ കാര്യങ്ങളൊക്കെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സെറ്റിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾക്ക് ഇവിടെ ഒരു ലോക്ക് നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ. അതായത് നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ ഫോർച്യൂണറൊക്കെ നിങ്ങൾ കണ്ടിരിക്കാം ചിലപ്പോൾ. ഇവിടെ ഒരു ലോക്ക് വന്നിട്ട് ഇങ്ങനെ വലിച്ചിടാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരണം. ഇത് നിങ്ങൾ നേരത്തെ കണ്ടിരിക്കുന്ന തിക്നെസ്സുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെൻഡാക്കി ചെയ്ത് തന്നിട്ട് ബോഡി ഫ്ലെയർ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് എടുത്തിട്ട് ടയറും കാര്യങ്ങളും മാറ്റണം, റിമ്മും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് അടിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ അഭിപ്രായം അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആര്യയിൽ നമ്മൾ ആ ഒരു ബാക്കിലെ വീല് കയറ്റിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ നമ്മളത് ആര്യയിൽ വീല് അങ്ങനെ റിമൂവ് ചെയ്യാൻ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിന് ചിലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നമ്മൾ നോർമൽ പൈപ്പല്ല യൂസ് ചെയ്ത്, ഞാൻ നേരത്തെ കണ്ടില്ലേ നിങ്ങൾ, ഗേജ് ഇത്തിരി കൂടിയ പൈപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു എൽ ക്ലാമ്പ് ഉണ്ടാക്കി സ്കോർപ്പിയോൻ്റെ ഇഞ്ചസ് വാങ്ങിയിട്ട് സ്കോർപ്പിയോൻ്റെ ഇഞ്ചസ് സെറ്റ് ചെയ്തു. അങ്ങനെ ചേസ് ബാക്കിൽ ബമ്പറിനോട് ടച്ച് ചെയ്ത് വന്ന് നിൽക്കുന്ന കാരണം തന്നെ സെറ്റിങ്ങിനും കാര്യങ്ങളിലും പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പോൾ അത് എങ്ങനെ നല്ല അഭിപ്രായങ്ങളാണോ അതോ പൊട്ടയാണെന്ന് നിങ്ങളെ അറിയിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ വണ്ടിക്ക് നമ്മളത് ആ ലോക്ക് നമുക്ക് ഉണ്ടാക്കിയിടണം, വലിച്ച് ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ അത് ഉണ്ടാക്കിയിടേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യണം വൈകാതെ തന്നെ. ഈ വണ്ടി നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വണ്ടി പെയിൻറ്റിങ്ങിന് കയറ്റണം, കാരണം നല്ലൊരു അവസ്ഥയിലായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വണ്ടി 1,00,000 കിലോമീറ്റർ ഓടിച്ചിട്ട് 1 lakh ആയി. എനിക്കൊരു 35 കിലോമീറ്ററിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു. 35-36 കിലോമീറ്ററാണ് ഞാൻ വാങ്ങുമ്പോൾ. ഇപ്പോൾ അത് ഏകദേശം ഒരു 1.35-36 കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഇപ്പോൾ ആയിട്ടുണ്ട്. 1 lakh കിലോമീറ്റർ എത്തി ഓടിച്ചു. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നു. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 lakh കിലോമീറ്റർ ഓടിച്ചതിൽ 10,60,000 രൂപയുടെ അടുത്ത് മെയിൻ്റെനൻസും ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ കൂടെ തന്നെ കേട്ടോ. എന്നാലും കുഴപ്പമില്ല, 1 lakh കിലോമീറ്റർ ഓടിയില്ലേ. ഓക്കെ. അപ്പോൾ ഗ്യാരേജിൽ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. ടയർ പ്രൈമർ അടിച്ചിട്ടാണ്. അങ്ങനെ ഇത് ടോം വാങ്ങിയൊരു വണ്ടിയാണ്. സിൽവർ പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ ഹാൻഡിലുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. കട്ടിങ് ഉണ്ട് നടക്കണേ. മഴയത്തിട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. അത് കട്ടിങ് വെള്ളം എന്തായാലും യൂസ് ചെയ്യണം. ഓക്കെ. ഇത് കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ട ഒരു വണ്ടിയാണ്. ക്ലിയർ ചെയ്തെടുക്കണം നമുക്ക്. ഒരു സെന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇന്നറിൽ ഒരുപാട് വണ്ടികൾ സെറ്റിങ് നടക്കുന്നുണ്ട്. ഇതൊരു വണ്ടി സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു Type 4 കൺവേർട്ട് ചെയ്ത വണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിരിക്കും. ഇത് സെന്ന് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. അതേപോലെ അകത്തേക്ക് പോകണമെങ്കിൽ ഒരുപാട് വണ്ടികൾ സെറ്റിങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതും ഒരു കംപ്ലൈൻ്റ് ഉള്ള ഒരു വണ്ടിയായിരുന്നു കേട്ടോ. ഒരു വൈറ്റ് വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഇതേമാതിരി തന്നെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയൊരു വണ്ടിയായിരുന്നു. കഴിഞ്ഞൊരു വ്ളോഗിൽ ഞങ്ങൾ പറഞ്ഞ മാതിരി തന്നെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയൊരു വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടി നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡ് ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു എത്തിയോസ് ടോപ്പ് ബ്ലാക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അടിച്ച് ക്ലിയർ കോഡ് ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അകത്ത് ഒരു വണ്ടി സെറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വണ്ടി എന്താ വീഡിയോ വരുന്നതാണ്. ഈ ഒരു വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ ഇതാണ്ട റെഡ് കളർ സീറ്റൊക്കെയാണ്. അപ്പോൾ ഈ റെഡ് കളർ സീറ്റിനോട് മാച്ച് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് കാണിക്കാം. ഈ ഒരു വണ്ടി ഡിക്കിയിൽ അതിൻ്റെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഡിക്കിയിൽ അതിൻ്റെ റെഡ് അടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ വരുന്നതാണ്. പിന്നെ മഴക്കാലമാണ്. വണ്ടിയൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കുക. കാരണം ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ സംഭവിച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വണ്ടിയോട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചാലക്കുടിക്ക് പോയിരുന്നു. ചാലക്കുടിക്ക് പോയി തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ ഈ വണ്ടിയുടെ സ്റ്റീരിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ് ടയറോഡൻ്റ് എന്ന് പറയും. ടയറോഡൻ്റ് നെറ്റ് അവർ മുന്നേ എന്തോ മെക്കാനിക്കൽ സെക്ഷൻ അങ്ങനത്തെ ചെയ്തിട്ട് അങ്ങോട്ടും തോന്നണുണ്ട്. നെറ്റ് അയച്ച നിലയില്ല, അല്ലെങ്കിൽ ലൂസായിട്ട് പോയ നിലയിലായിരുന്നു. അപ്പോൾ അത് അതിനർത്ഥം ആ സാധനം ഉരുപ്പോയി പോണ വഴിയിൽ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റീറിംഗ് ആയിട്ടുള്ള ബന്ധങ്ങൾ വിട്ടുപോയി. 2 സൈഡിലേക്കും വീല് പോയി. ജസ്റ്റ് രക്ഷപ്പെട്ടെന്ന് പറയാം. 40-45 കിലോമീറ്റർ സ്പീഡുള്ള കാരണം വണ്ടി കറക്റ്റായിട്ട് അവിടെ നിന്നു. അത് കാരണം വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മഴയൊക്കെയാണ്, നിങ്ങൾക്കറിയാം. നല്ല എന്നിട്ട് പറയുക വെറ്റായി നിൽക്കുന്ന സമയമാണ്. പണി കിട്ടിയേനെ. പക്ഷെ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാഹനങ്ങൾ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തോളൂ കേട്ടോ. കാരണം മഴ സമയത്തൊക്കെ വണ്ടി നല്ല സ്പീഡിലൊന്നാണ് നമ്മൾ എന്തായാലും ഒരു 70-80 എങ്ങനെ നോർമലായിട്ടുള്ള നല്ല റോഡും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നമ്മൾ ഓടിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സാധനം ഉരുപ്പോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ വാഹനങ്ങൾ ആരുടെ വണ്ടികളായാലും മെയിൻ്റനൻസ് കാര്യങ്ങളും പ്രോപ്പറായിട്ട് മെക്കാനിക്കൽ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക. അധികം പൈസ ഒന്നും വരില്ല ഇൻസ്പെക്ട് ചെയ്യാനായിട്ട്. 1000 രൂപ 1500 രൂപയൊക്കെ വരുള്ളൂ. ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ക്ലീൻ ചെയ്തിടും. അതേപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഇൻസ്പെക്ട് മാത്രം ചെയ്യണമെങ്കിൽ ആ കാശൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തേക്ക്. കാരണം വലിയ അപകടങ്ങൾ ഒഴിവാവട്ടെ. കാരണം എനിക്ക് ഒരെണ്ണം സംഭവിച്ചു. എൻ്റെ വണ്ടിയല്ല അത്, മറ്റൊരാളുടെ വണ്ടിയായിരുന്നു. പക്ഷെ നമ്മൾ എടുത്തുകൊണ്ട് പോയപ്പോൾ അങ്ങനെ സംഭവിച്ചു. പക്ഷെ അത് ക്ലിയർ ചെയ്ത് ഇപ്പോൾ വണ്ടി ഗാരേജിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുത്തഞ്ചിറ ഗാരേജിക്ക് പോയിട്ടിരിക്കുക. നല്ല മഴയാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. നമുക്ക് മഴ സമയത്ത് നമുക്ക് ബൂത്തിലുള്ള വണ്ടിയായാലും നമുക്ക് മഴ പെയ്തുകൊണ്ട് പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ 2-3 ദിവസം ഫുൾ പെയിൻറ്റിങ് നടന്നിട്ടില്ല. പക്ഷേ എന്നാലും പുട്ടിവർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മാറുന്നു പറയുന്നുണ്ട്. 5 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല അവസ്ഥ എങ്ങനെയാണെന്ന്. ഓക്കെ. അപ്പോൾ വണ്ടി തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പുത്തഞ്ചിറയിലുള്ള ഗാരേജിലെ വിശേഷങ്ങൾ അവിടെ എന്തൊക്കെ പണിയെന്ന് നോക്കണം. നോക്കിയിട്ട് കാണിച്ചു തരാം. അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ.
ഇവിടെ നമുക്ക് പിന്നെ ഒരു സ്വിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ്ങും ബോഡി ഫില്ലറും അപ്ലൈ കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി നിൽക്കുന്നു. പിന്നെ നമുക്കിവിടെ ഒരു നാടോഗ്രെ വേറെ ഒരെണ്ണം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പോളിഷിങ് കാര്യങ്ങളും കട്ടിങ് ചെയ്തിട്ട് ഒരു മാറ്റ് ഫിനിഷിങ്ങിലൊക്കെ കിടക്കുന്നത് വണ്ടി. ഇനിയിപ്പോൾ അത് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിച്ചതിന് ശേഷം കാണാം, അതായത് പോളിഷിങ് ചെയ്തതിന് ശേഷം ആ വണ്ടിയുടെ വീഡിയോ അപ്ലൈ ചെയ്യാം. കാരണം ഇതിലിപ്പോൾ ഡാമ്പിങ് കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡാമ്പിങ് ചെയ്യണം. ഇതിൻ്റെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ ഡാമ്പിങ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. അവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്പീക്കറിൻ്റെ നോയ്സ് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. പുറമേ നിന്നുള്ള സൗണ്ട് കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ആ ഒരു കവറിങ് കിട്ടല്ല. പിന്നെ ഡോറിന് ഇത്തിരി വെയിറ്റും കാര്യങ്ങളൊക്കെ ആവും. അടയ്ക്കുമ്പോൾ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് മുന്നൊരു വണ്ടിക്ക് ഫോർച്യൂണറിന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടെ ഒരു 1010 എന്ന് പറഞ്ഞ വണ്ടി ഇത് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കുന്ന പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇത് നമ്മൾ അടിക്കാൻ പോണത് നമ്മുടെ നെറ്റ്സ് ഏതാ എന്നിട്ടാണ് വണ്ടിയുടെ പേര് എക്സയ്ക്ക് പറഞ്ഞ ടാറ്റ എക്സയ്ക്ക് പറഞ്ഞ ഒരു കളറാണ് അടിക്കാൻ പോണത് കേട്ടോ. അർബൺ ബ്രൗൺ. ഓ, അതിൻ്റെ പെയിൻറ് ഇരിക്കണ്ട ഇവിടെ. അതിൻ്റെ പെയിൻറ് കാണിച്ചു തരാം. അപ്പം അതൊക്കെ എടുക്ക്, എങ്ങനെ എടുക്കുന്നേ? അത് പൊട്ടിക്കാം, കുഴപ്പമില്ല. എന്നിട്ടോ ഞാനിപ്പോൾ എപ്പോഴൊക്കെ വിചാരിച്ചേ നമ്മൾ ക്യാപ്സിയുടെ പെയിൻ്റാണ് നമ്മളെല്ലാ വണ്ടിക്കും നമ്മൾ അടിക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ക്യാപ്സി ഇങ്ങനെ ടിന്നിലല്ല പറയട്ടോ, സാധാരണ ടിന്നിലായിരിക്കും. ഇതിപ്പോൾ അവർ ഈ ഒരു ടിന്നിൽ തന്നുവിട്ടതാണ്. അർബൺ ബ്രൗൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്. എക്സയ്ക്ക് പറഞ്ഞ കളറാണ് കേട്ടോ. ഒരു മൈനസ് എടുക്കടാ. ശരിക്കൊരു ബ്രൗൺ കളറല്ലേ? ബ്രൗണാ, കോഫി കളറാ. ഫോക്കസിങ് ഐഫോണിൻ്റെ ഫോക്കസിങ് കറക്റ്റാവില്ല. കുറച്ച് ബാക്ക് ഇറക്ക് ഇതിലേക്കാണ് ഇതേ ടിന്നിലേക്ക് വെക്ക്. വാവ്, ഈ ഒരു കളറാണ് നമ്മൾ അതിനടിക്കാൻ പോണത് കേട്ടോ. ഫോക്കസിങ് ഒക്കെയാടാ. അതിൽ അതുമിക്കേക്ക് ഒരു കളറ് ഒക്കെ അടിച്ചതിന് ശേഷം കാണാം. ഓക്കെ, അടച്ചു വെച്ചോ. പിന്നെ നമ്മൾക്കൊരു സെൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി വണ്ടി വന്നിട്ട്. അപ്പോൾ അതിൻ്റെ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ അത് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ബോഡി വർക്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നവരായിരിക്കും കേട്ടോ. അത് അപ്പം അടുത്തത് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോണ വണ്ടി ഈ ഒരു വണ്ടിയായിരിക്കും, വൈറ്റ് വണ്ടിയായിരിക്കും പെയിൻറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഒരു വ്ളോഗ് ചെയ്യുന്ന 2 ഗ്യാരേജിൻ്റെയും അതേപോലെ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുള്ളൊരു വ്ളോഗായിരുന്നു. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ആര്യയുടെ ഫുള്ളും സെറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം. അതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ പുതിയത് ഇട്ടാലേ കാണാൻ ലുക്ക് ഉണ്ടാവുള്ളൂ. അതുപോലെ ലോക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ, മഴയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും സേഫായിട്ട് വണ്ടിയൊക്കെ ഓടിക്കുക. വണ്ടിക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് ഓടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഗ്യാരേജ് പരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും